ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംലാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പലരും ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാനൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആലുങ്ങാത്തൊടി ഹൗസ് എന്നാണ് ഈ വീടിൻ്റെ പേര്. ടോട്ടലായിട്ട് ഈ വീട് 10,000 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന വീടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു കാർ പോർച്ചും അതിൻ്റെ കൂടെ തന്നെ മേലായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് ഹൗസും കൂടാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു കിണറാണ്. ശരിക്കും പറഞ്ഞത് കിണറാന്ന് തോന്നിക്കാത്ത വിധത്തിൽ അത്രയും മനോഹരമായിട്ടാണ് ചുറ്റും കടലാസ് പൂക്കളൊക്കെ വെച്ചിട്ട് അത്രയും മനോഹരമായിട്ടാണ് ഈ കിണറിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ കാണിച്ച ഗസ്റ്റ് റൂമിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ പൂളാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ പൂള് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗസ്റ്റ് റൂമാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ പൂളുള്ളത്. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കിടക്കുകയാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസിൽ തന്നെയാണ് സിറ്റ് ഔട്ടും നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മക്രാന വൈറ്റ് മാർബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ളൊരു മാർബിളാണ്. അതിനെക്കുറിച്ച് എടുത്ത് പറയുന്ന വേണം. കാരണം എത്ര വെയിലത്ത് വന്ന് നമ്മളിതിൽ ചവിട്ടിയാലും തീരെ നമുക്ക് ചൂട് അറിയാൻ പറ്റില്ല. തീരെ ചൂട് ഏൽക്കാത്തൊരു മാർബിളാണെന്ന് തന്നെ പറയാം. അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഈ വീട്ടിലെ മെയിൻ ഹാളിലേക്കാണ്. ഈ ഹാള് 2 ടൈപ്പിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡൈനിങ് ഹാൾ ഏരിയ ആയിട്ടും രണ്ടാമത് ലിവിങ് ഏരിയ ആയിട്ടും ഒരു മിനി ലിവിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോട് കൂടെ തന്നെയാണ് സ്റ്റെയർ കേസും മറ്റൊക്കെ വരുന്നത്. ഇവിടെ ഓരോ റൂമിലും ഹാളിലും ഒക്കെ കൊടുത്ത ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എടുത്ത് പറയണ വേണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലായിടത്തും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. അതോട് കൂടെ തന്നെ ലൈറ്റിങ്സിനും അതേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ മെയിൻ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രൗൺ തീമിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതോടൊപ്പം തന്നെ ഒരു ടെലിവിഷനും ഒക്കെ ആയിട്ടാണ് ഈ ലിവിങ് റൂം ഏരിയ വരുന്നത്. ഈ കാണുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ലിവിങ് ഏരിയയിലേക്ക് നേരിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡോറാണ്. ഇവിടുത്തെ മിനി ലിവിങ് ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാഷ്റൂമും അതോടൊപ്പം തന്നെ മാസ്റ്റർ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂം അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഈ ഒരു വാഷ്റൂമിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഒരു നേവി ബ്ലൂ ആൻഡ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കോംബോയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂമും അതുപോലെ തന്നെ ബാത്റൂമും
സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ റൂം കംപ്ലീറ്റ് ഒരു ലൈറ്റ് യെല്ലോ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ റൂമിലെ വാർഡ്രോബും അതോടൊപ്പം തന്നെ ബാത്റൂമും വരുന്ന ഏരിയ. ഈ റൂമിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ കിച്ചണിലേക്കാണ്. ഇവിടെ ഒരുപാട് ഗസ്റ്റും മറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ 3 കിച്ചണായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ വൈറ്റ് തീമിലാണ് ഈ മെയിൻ കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇവിടുത്തെ സ്റ്റോറേജ് സെക്ഷനാണ്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ കിച്ചണിൽ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റോർ റൂം ഏരിയ ആയിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണായിട്ട് വരുന്നത്. മൾട്ടിവുഡ് ആക്രിലിക്കിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും കൊടുത്ത ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യം എടുത്ത് പറയണ വേണം. ഓരോ സ്ഥലത്തും ആ ഇൻറ്റീരിയറിനനുസരിച്ചുള്ള സ്യൂട്ടായിട്ടുള്ള ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റോറേജ് ക്യാബിനറ്റ്സിനും LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാണാനും എടുക്കാനും ഒക്കെ വളരെ ഈസിയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചണായിട്ട് വരുന്നത്. ഇവിടെയും ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴെ ടോട്ടൽ 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ 2 ബെഡ്റൂമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് കിഡ്സ് ബെഡ്റൂമും കൂടെ ഉണ്ട്. മുകളിലും 3 ബെഡ്റൂമാണുള്ളത്. അങ്ങനെ വീടിന് ടോട്ടൽ 6 ബെഡ്റൂമാണ് ഉള്ളത്. ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് കാണുന്ന ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത് വുഡനിലാണ്. അതുപോലെ ടഫ് ആൻഡ് ഗ്ലാസസ് ആണ് ഇവിടുത്തെ സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെയർ കയറി എത്തുന്ന അവിടെയാണ് ഇവിടുത്തെ പ്രെയർ ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു പീസ് അറ്റ്മോസ്ഫിയറിലാണ് ഇവിടുത്തെ പ്രെയർ ഹാള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ നേരെ സ്റ്റെയർ കയറി പോകുന്നത് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലൈറ്റ് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയ. നല്ലൊരു കളർ തീമിൽ തന്നെയാണ് ഈ ലിവിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ വരുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ അതുപോലെ തന്നെ എല്ലായിടത്തും ഇൻഡോർ പ്ലാന്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പല ഭാഗത്തും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പല ടൈപ്പിലെ ഇൻഡോർ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു ബുക്ക് ഷെൽഫാണ് കാണാൻ പറ്റുന്നത്. ഒരു വെറൈറ്റി ടൈപ്പിലാണ് ഈ ഒരു ഷെൽഫ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ ബെഡ്റൂമും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീമായാലും പാറ്റേൺ ആയാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമായിട്ട് വരുന്നത്. ഇവിടെയും ഒരു ഡിഫറെൻറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടുത്തെ വാൾപേപ്പറും തീമും എല്ലാം വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ. അതിൻ്റെ കൂടെ തന്നെയാണ് ബാത്റൂമും വരുന്നത്. ഇതാണ് ഈ ഫ്ലോറിലെ തേർഡ് ബെഡ്റൂം. ഇതും ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ കം ബാത്റൂമായിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിം ഏരിയ. ഏകദേശം ഒരു പ്രൊഫഷണൽ ജിം പോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. ഒരു ജിമ്മിന് വേണ്ട എല്ലാവിധ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജിം ഏരിയയിൽ തന്നെ ഒരു വാർഡ്രോബും അതിൻ്റെ കൂടെ അയൺ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റെയർ കയറി ഇവിടെ നേരെ മുകളിലായിട്ടാണ് ഇവിടുത്തെ ഹോം തിയേറ്റർ വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോം തിയേറ്റർ. 8 സീറ്റുകളോട് കൂടി ഏകദേശം ഒരു മിനി തിയേറ്റർ ആയിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ട് സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിൽ വരുന്ന സ്പേസിലാണ് ഇവിടെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസിലാണ് ബാൽക്കണി ഉള്ളത്. ബാൽക്കണീൻ്റെ 2 സൈഡിലായിട്ട് ബർഗോളയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബർഗോളിൻ്റെ മേലെ വരുന്ന ഗ്ലാസ് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ഡിസൈനർ ആയിട്ട് വരുന്നതാണ്. കൂടെ തന്നെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ച് കൂടുതൽ ഭംഗിയാക്കി എന്ന് തന്നെ പറയാം. ഈ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഈ വീടിൻ്റെ മുറ്റം വിശാലമായിട്ട് തന്നെ കാണാൻ പറ്റും. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും. പലപ്പോഴും നമുക്ക് പല വീടുകളും അതിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റാറില്ല. പക്ഷെ ആ ഒരു സ്പെഷ്യാലിറ്റി ഈ വീടിനുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഇനി ഇതുപോലെ നല്ല വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.